നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്ക് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് ഓൺ നാഷൻ ഓൺ ഇലക്ഷൻ ആയിരുന്നു. പക്ഷേ പല പിടിപ്പുകൾ കൊണ്ട്, അടിയന്തരാവസ്ഥ തുടങ്ങി പല കാര്യങ്ങൾ കൊണ്ട് അത് പല സമയങ്ങളിലേക്ക് മാറി. വീണ്ടും സജീവമായിട്ട് ഓൺ നാഷൻ ഓൺ ഇലക്ഷൻ എന്ന രീതിയിലേക്ക് വരുന്നത് NDA സർക്കാരിൻ്റെ വരവോടുകൂടിയാണ്. ഇപ്പോൾ അത് വളരെ സജീവമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുവരികയും അത് നടപ്പിലാക്കണമെന്ന കാര്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് വിതണ്ഡവാദങ്ങൾ ഉയർത്തി അതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ JPC വളരെ കൃത്യമായി അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ളത് താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞ് 1956 ഐക്യ കേരളം രൂപപ്പെട്ടു. അതിനുശേഷം കേരളത്തിൽ ഇലക്ഷൻ നടന്നു. കേരളത്തിൽ പക്ഷേ 59 ആയപ്പോൾ സർക്കാരിനെ പിരിച്ചുവിട്ടു. പിന്നീട് നെഹ്റുവിൻ്റെയും ഇന്ദിരയുടെയും രാജീവിൻ്റെയും ഒക്കെ കാലത്ത് വിവിധ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടു. അന്നൊന്നും ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചില്ല, ഭരണഘടന അട്ടിമറിക്കപ്പെട്ടില്ല, ഇതൊന്നും ചെയ്തില്ല. ഇന്നിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് ചേർന്ന് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അവിടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നു, ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കുന്നു എന്ന് തുടങ്ങി വലിയ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഏത് കോൺഗ്രസ്സാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാൻ ഇന്ന് വരെ BJP സർക്കാർ ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടിട്ടില്ല. പക്ഷേ കോൺഗ്രസ് എത്ര സംസ്ഥാന സർക്കാരുകളെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്? എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞു. 1959 EMS സർക്കാരിനെ, ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിടാൻ ഏറ്റവും ബാലിശമായ കാരണങ്ങളാണ് പറഞ്ഞത്. കേരളത്തിലെ ഒരു സമരത്തെ, വിമോചന സമരം എന്നൊരു സമരത്തെ മുൻനിർത്തി ക്രമസമാധാന നില തകർന്നിരിക്കുന്നു, ലോ ആൻഡ് ഓർഡർ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞാണ് അന്ന് ഇത് പിരിച്ചുവിട്ടത്. ഇപ്പം ഇവിടെ എതിർത്ത് സവർക്കർ ഇപ്പോൾ ചിരിപ്പ് നോക്കിയാണ്. ഇന്ന് അത് മറ്റൊരു വൈരുദ്ധ്യം. അന്ന് ഈ ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിന്തുണച്ച വീര സവർക്കർ ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചെരുപ്പ് നക്കിയാണ്, ഷൂ നക്കിയും രാഷ്ട്രവിരുദ്ധനും ദേശദ്രോഹിയും ഒക്കെയാണ്. ആരാണ് ദേശദ്രോഹി എന്നുള്ളത് ചരിത്രത്തിൽ തെളിവുകൾ ധാരാളമുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇതെന്താ വിഷയമെന്ന് വെച്ചാൽ, ഈ എന്തുകൊണ്ട് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള ഈ ചർച്ച വന്നു. ഇത് ഒരു നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ ഓരോ ഇലക്ഷനുകളും നടത്തി വരുമ്പോൾ നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്ന ആഘാതം എത്രയാണ്? ഞാൻ അതിൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം. അതായത് ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്, അതായത് ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പും മുഴുവൻ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും കൂടെ നടത്തി വരുമ്പോൾ നമുക്ക് വരുന്ന ചെലവ് എത്രയാണെന്ന് അറിയാമോ? എക്സാക്ട് ഫിഗർ എനിക്കറിയില്ല, പക്ഷേ വലിയ രീതിയിൽ സാമ്പത്തിക ശോഷണം വരുന്നു. ഇത് മാത്രമല്ല, മറ്റൊരു ഞാൻ ചെലവിനെ കുറിച്ച് മാത്രമാണ് ചോദിച്ചത്. 7 ലക്ഷം കോടി രൂപയാണ് നമുക്ക് ചെലവാകുന്നത്. ഇനി മറ്റൊരു ഇത്, ഈ രാജ്യത്തെ സുരക്ഷാ സേന, നമ്മുടെ കേന്ദ്രസേന ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് നിയോഗിക്കപ്പെടുകയാണ്. നോക്കൂ, അത് പല ആവർത്തി. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അപ്പോൾ കേരളത്തിൽ അവർ വരണം. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിനും അവർ വരണം. ഇത് ഒരു വലിയ, ഈ പറയുന്നത് പോലെ നമ്മുടെ സാമ്പത്തിക ശോഷണം മാത്രമല്ല, മറ്റു പല ബുദ്ധിമുട്ടുകളും നമുക്ക് സൃഷ്ടിക്കുന്നുണ്ട്. ഭരണപ്രതിസന്ധി ഉണ്ടാക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ സമയത്തും ഇങ്ങനെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 2 മാസം മുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മുടെ ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിക്കും, അല്ലേ? കോഡ് ഓഫ് കോണ്ടാക്ട് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അങ്ങനെ തന്നെയല്ലേ, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അങ്ങനെയല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണെങ്കിൽ ഈ 2 മാസത്തെ ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകേണ്ടതെല്ലാം സ്തംഭിക്കുകയാണ് അവിടെ. അത് നമുക്ക് അതിനൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. പോളിസിയിലൊരു കണ്ടിന്യൂഷൻ മാത്രമല്ല, അതിലൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്തംഭനം അത് ഒഴിവാക്കിയാൽ തന്നെ എത്ര കോടി രൂപ നമുക്ക് ലാഭിക്കാം. തീർച്ചയായും. ഇതൊക്കെ ഈ കണക്കുകളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ്
മോദി സർക്കാർ 2018-19 വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നൊരു ചർച്ച തന്നെ മുന്നോട്ട് വെച്ചത്. അതിന് ഞാൻ ഈ പറഞ്ഞ പ്രയോജനങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ അതിന് നിയമനിർമ്മാണം ആവശ്യമുണ്ട്. അപ്പോൾ ആ നിയമനിർമ്മാണം എന്ന് പറയുമ്പോൾ കേവലം പാർലമെൻറ്റിൻ്റെ 2 ഹൗസുകളിൽ 2 ഫ്ലോറുകളിൽ പാസ്സാക്കി എടുക്കുന്നതല്ല. അതിനപ്പുറത്തേക്ക് ജനഹിതം എന്താണെന്ന് അറിയണം. അതിനാണ് JPCക്ക് വിട്ടത്. മുമ്പ് നമ്മൾ പലതും JPCക്ക് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി JPCക്ക് വിട്ടിരുന്നു. FCR ഇപ്പോൾ അതാ JPCക്ക് വിട്ടിരിക്കുന്നു. അപ്പോൾ ഇതും JPCക്ക് വിട്ടത് JPC പാർലമെൻ്ററി കമ്മിറ്റി, ഇപ്പോൾ അത് PP ചൗധരിയാണ് അതിൻ്റെ അധ്യക്ഷൻ. അദ്ദേഹം BJPയുടെ MP ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ നേരിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും പോയി അവിടുത്തെ സർക്കാർ JPC പ്രതിപക്ഷത്തു നിന്നായിരിക്കുമല്ലോ അതിൻ്റെ അധ്യക്ഷൻ. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയാണ്. അത് പ്രതിപക്ഷത്തു നിന്ന് വരണമെന്ന് നിർബന്ധമില്ല. ഇരിക്കട്ടെ, എന്തായാലും PP ചൗധരിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലും പോയി അവിടുത്തെ സർക്കാരിനെ, അതായത് മന്ത്രിസഭയെ, അതുപോലെ തന്നെ അവിടെയുള്ള പൗരപ്രമുഖരെ, മുതിർന്ന ഉദ്യോഗസ്ഥരെ ഒക്കെ കണ്ട് ഈ കാര്യം ചർച്ച ചെയ്യുകയാണ്. അവരെയൊക്കെ വിളിച്ചു വരുത്തി അവരുടെ എന്താ പറയുക, ഈ കാര്യത്തിലുള്ള അഭിപ്രായം തേടുകയാണ്. അപ്പോൾ PP ചൗധരി കഴിഞ്ഞ ദിവസം വാർത്താമാധ്യമങ്ങളിൽ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്, ഏതോ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 99.9% ആൾക്കാരും, അവർ കണ്ട ആൾക്കാരും വൺ നേഷൻ വൺ ഇലക്ഷനെ പിന്തുണയ്ക്കുന്നു. അവർക്ക് വൺ നേഷൻ വൺ ഇലക്ഷൻ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ഈ സാമ്പത്തികമായ ലാഭം, നമ്മുടെ ഈ ഭരണപരമായ കാര്യങ്ങളിലെ കാലതാമസം ഒഴിവാക്കൽ, കേന്ദ്രസേനയുടെ ഇടപെടൽ, അതുപോലെ തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഒരുപാട് പ്രയോജനങ്ങൾ നമുക്കുണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സർക്കാരുകളും അതുപോലെ തന്നെ പൗരപ്രമുഖരും മുതിർന്ന വിരമിച്ച ഉദ്യോഗസ്ഥരടക്കമുള്ളവരും രാജ്യത്തെ പ്രമുഖരായ സാഹിത്യകാരന്മാർ, അങ്ങനെ ബുദ്ധിജീവികൾ, ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരെല്ലാവരും അതിൽ 99% ആൾക്കാരും ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നാണ്. അപ്പോൾ JPCയുടെ അധ്യക്ഷൻ എന്തായാലും വീൺവാക്ക് പറയില്ല, വിടുവായത്തന്നെ ഒന്നും പറയില്ല. കാരണം ഇതിനൊക്കെ രേഖകളുണ്ട്. ഇതൊക്കെ കണ്ട് സംസാരിക്കുമ്പോൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇതിനിപ്പോൾ നിയമനിർമ്മാണം വേണം. ഈ പറഞ്ഞതുപോലെ നമുക്ക് തീർച്ചയായിട്ടും പാർലമെൻറ്റിൻ്റെ 3/2 ഭൂരിപക്ഷം. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക രേഖപ്പെടുത്തുന്നത് ചെറു പാർട്ടികൾ വൈപ്പ് ഔട്ടായി പോകും എന്നാണ്. ജനാധിപത്യത്തിന് അത് വളരെയധികം ദോഷം ചെയ്യും, ഏതെങ്കിലുമൊക്കെ പ്രസ്ഥാനങ്ങൾ വൈപ്പ് ഔട്ടായി പോകുന്നതെന്നാണ് അവർ പറയുന്നത്. അല്ലേ, ചെറു പാർട്ടികൾ വൈപ്പ് ഔട്ടായി പോയതുകൊണ്ട് ഈ രാജ്യത്തിന് എന്തെങ്കിലും നാശം സംഭവിക്കും, നഷ്ടമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ചെറുതല്ല, വലിയ പാർട്ടികൾ വൈപ്പ് ഔട്ടായി പോയാൽ കാര്യമായി പ്രവർത്തനം നടത്താൻ ആളില്ല. നോക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ മഹാരാജ്യം ഒരു കാലത്ത് ഭരിച്ച ഒരു കക്ഷിയാണ് ജനതാദൾ. ഇന്ന് ആ ജനതാദൾ എവിടെയുണ്ട്? ഇന്ന് ആ ജനതാദൾ ഇന്ന് BJPയോടൊപ്പം ചേർന്നിരിക്കുന്നു. JDU, ബീഹാറിലെ JDU, അതുപോലെ കർണാടകയിലെ JDS, ഇവർ രണ്ടും ഇന്ന് BJPയോടൊപ്പം ചേർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്നവർ അല്പമാത്രമായിട്ടെങ്കിലും അവർ ബാക്കിയുണ്ട്. ബാക്കി ലാലു അടക്കമുള്ളവരുടെ സ്ഥിതി ഇന്ന് എന്താണ്? JDU ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ്. നമ്മൾ ആലോചിക്കണം, 89-ൽ അതിനു മുമ്പ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ജനതാ പാർട്ടി വന്നു. ഇവരൊക്കെ ഇന്ന് എവിടെ പോയി? അപ്പോൾ ഈ ചെറിയ പാർട്ടികൾ ഇല്ലാതായി പോകും എന്നൊക്കെ പറയുന്നത് ബാലിശമായ വാദങ്ങളാണ്. ഞാൻ അതിനെ ഇത് ചെയ്ത് കാണുന്നില്ല. ഈ അടുത്ത തെരഞ്ഞെടുപ്പിലാണിത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാർ. അങ്ങനെയെങ്കിൽ അത് 2034 അല്ല, 2029 തന്നെ നടത്തണം എന്നുള്ളതാണ്. 2029 അല്ലെങ്കിൽ 2034 നടത്തണം. ഇത് ഭരണഘടനയുടെ 129 ഭേദഗതിയാണ് വേണ്ടി വരുന്നത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഭേദഗതി ചെയ്ത് 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഭേദഗതി ചെയ്ത് വേണം ഇത് കൊണ്ടുവരാൻ. അപ്പോൾ അതൊക്കെ
ഇവരിപ്പോൾ നടത്തിയ ചർച്ചകൾ വിവിധ സംസ്ഥാനങ്ങളിൽ പര്യടനം നടത്തി സർക്കാരുകൾ, ഭരണഘടനാ വിദഗ്ധർ, സിവിൽ സൊസൈറ്റി സംഘടനകൾ ഇവരുമായിട്ടൊക്കെ ഈ സമിതി ചർച്ച നടത്തി വരികയാണ്. എന്നിട്ടാണ് ഈ 99% ആൾക്കാരും, 99 ഏതാണ്ട് 99.9% ആൾക്കാരും പിന്തുണയ്ക്കുന്നു എന്നുള്ള ഇത് അദ്ദേഹം JPC ചെയർമാൻ പുറത്തുവിട്ടത്. കണക്കുകളെല്ലാം വളരെ കൃത്യമാണ്, അവരുടെ കയ്യിൽ രേഖകളെല്ലാം ഉണ്ട്, വെറുതെ പറയുകയല്ല. പിന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, പ്രതിപക്ഷം ഇതിനെ എതിർത്ത് രംഗത്ത് വരുന്നുണ്ട്. അത് പ്രതിപക്ഷം ഈ വെറുതെ ഒരു എതിർപ്പ് ഉയർത്തുകയാണ്, വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ പ്രതിപക്ഷത്തു നിന്നും എതിർപ്പ് വരേണ്ടത് എങ്ങനെയാണ്? ഇത് കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കണം, ഇതിനകത്ത് പിഴവുകൾ ഉണ്ടാകരുത്, ഇതിനകത്ത് ഏതെങ്കിലും എതിർക്കുന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടാണ്, അല്ല മാൽ പ്രാക്ടീസുകൾ ഉണ്ടാകരുത്. അപ്പോൾ നിയമം ഭേദഗതി ചെയ്യുമ്പോൾ പഴുതടച്ച ഒരു ഭേദഗതിയാണ് വരേണ്ടത്. അതാണ് വാസ്തവത്തിൽ കോൺഗ്രസ് ഇവിടെ ചെയ്യേണ്ടത്. അല്ലാതെ കോൺഗ്രസ് ഇപ്പോൾ വനിതാ സംവരണത്തെ എതിർക്കുന്നത് എന്തിനാണ്? അവർ വനിതാ സംവരണത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നു, പക്ഷേ ഡീലിമിറ്റേഷനെ ഞങ്ങൾ എതിർക്കുന്നു. ഡീലിമിറ്റേഷനെ ഒന്ന് ആലോചിച്ച് നോക്കണം. UPA കാലത്ത് വനിതാ സംവരണം കൊണ്ടുവന്നപ്പോൾ BJP അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. സുഷമ സ്വരാജ് അന്ന് വളരെ ശക്തിയുക്തം അതിന് അനുകൂലമായ രീതിയിൽ നിലപാടെടുത്തുകൊണ്ട് അതിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് മണിക്കൂറുകൾ അവർ പ്രസംഗിച്ചിട്ടുണ്ട് പാർലമെൻറ്റിൽ. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും അല്ല ഇന്ന് നടക്കുന്നത്. ഞാൻ പറയുന്നത് BJP കേമമാണ്, കോൺഗ്രസ് മോശമാണെന്നല്ല, അല്ലേ. ഇന്നത്തെ സാഹചര്യം സ്ത്രീകൾക്ക് എതിരെ സംസാരിക്കുന്നത് BJP ആണ്, നിങ്ങൾ മനുസ്മൃതിയാണ് ഉയർത്തിപ്പിടിച്ചത് പറയുന്നത്. മനുസ്മൃതി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഉണ്ടെന്ന് പോലും ഇന്ന് നിങ്ങൾ BJP-കാരോട് എല്ലാവരോടും ചോദിച്ചു നോക്കും, നിങ്ങൾ ആരെങ്കിലും മനുസ്മൃതി കണ്ടിട്ടുണ്ട്? എനിക്ക് നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആ ഗ്രന്ഥം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതത്ര എന്താ പറയുക, ലുപ്തപ്രചാരമായ ഒരു ഗ്രന്ഥമാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഏതോ ഒരു പ്രതി കിട്ടിയത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് ബംഗാളിൽ നിന്നും കണ്ടോമാണ്. അത് തന്നെ പ്രക്ഷിപ്തങ്ങൾ നിറഞ്ഞതാണ്. അതായത് അതിനകത്ത് ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ നടന്ന ഒരു ഗ്രന്ഥമാണ്. അതിനു വേണ്ടിയുള്ള ഓറിയന്റൽ ചരിത്രകാരന്മാരിതിന്റെ വ്യാഖ്യാനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത് ഈ ഒരുപാട് ആ പ്രക്ഷിപ്തങ്ങളെയൊക്കെ മാറ്റിയിട്ട് മനുസ്മൃതി എഡിറ്റ് ചെയ്ത് പുറത്തിറക്കാൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പണ്ഡിതന്മാർ. ഇപ്പോൾ അത് ലഭ്യമാണ് മാർക്കറ്റിൽ. ഈ അടുത്ത കാലത്താണ്, അതായത് കഴിഞ്ഞ ഒരു 5-6 വർഷത്തിനിടയ്ക്കാണ് ഇതിനെ പല രീതിയിലുള്ള എതിർപ്പുകളാണ്, പല കളറിലുള്ള. അതൊക്കെ അത് രസം എന്താണെന്നറിയാമോ? രാഹുൽ ഗാന്ധി ഈ മനുസ്മൃതിയിലെ സ്ത്രീ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പിന്നെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, സ്ത്രീകളെ മുന്നോട്ട് വരാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നത് ഒരു ഹിജാബൊക്കെ ധരിച്ച, ഏതാണ്ട് ശരീരം മുഴുവനും മൂടിയ ഒരു സ്ത്രീയാണ് നിൽക്കുന്നത്. അവരെ അടുത്ത് നിർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇതൊക്കെ. ഷാബാനു കേസ് അട്ടിമറിച്ചവരാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്. ഈ രാഹുലിൻ്റെ അച്ഛനാണ് അന്ന് നിയമം നിർമ്മിച്ചു കളഞ്ഞു പാർലമെൻറ്റിൽ. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഭൂരിപക്ഷം വെച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി അട്ടിമറിക്കാനായിട്ട് എന്താ പറയുക, ഭരണഘടനയിലെ അനുച്ഛേദം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ നിയമം നിർമ്മിച്ചു കളഞ്ഞു. അത് ചെയ്തവരാണ് ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യം, ഈ മനുസ്മൃതിയെക്കുറിച്ചൊക്കെ പറയുന്നത്. രാഹുൽ ആ പുസ്തകം കണ്ടിട്ടില്ല എന്നുള്ള കാര്യം, രാഹുലോ അദ്ദേഹത്തിൻ്റെ അമ്മയോ പെങ്ങളോ അച്ഛനോ ഒന്നും ആ പുസ്തകം കണ്ടിട്ടില്ല എന്ന് 100% ഉറപ്പാണ്. ഒരു പക്ഷേ ജയറാം രമേശ് എങ്ങാനും അതിനെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു ഇത് വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹമാണല്ലോ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ബുദ്ധിജീവി. അപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് പറഞ്ഞു കൊടുക്കാം രാഹുലിന് എന്താണ് മനുസ്മൃതി എന്നുള്ളത്. മനുസ്മൃതി എന്നുള്ളത് കാലങ്ങൾ വരുമ്പോൾ അത് മാറ്റം വരും, അത് സ്ഥായിയായതല്ല, അത് ശ്രുതിയെ അടിസ്ഥാനപ്പെടുത്തി വൈയക്തികവും സാമൂഹികവുമായ നിയമങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് എന്നേ ഉള്ളൂ. അതിനകത്ത് എത്ര അധ്യായം ഉണ്ടെന്ന് പോലും ഈ രാഹുൽ ഗാന്ധിക്ക് അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ JPC ചെയർമാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു, കാരണം പാർലമെൻറ്റിൽ ഇപ്പോൾ വരുന്ന ശീതകാല സമ്മേളനത്തിൽ തന്നെ ഇത് അവതരിപ്പിക്കാനുള്ള സാധ്യത, അതായത് ഈ JPCയുടെ റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ അവർ കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്. 2029 തന്നെ ഈ 1 നേഷൻ 1 ഇലക്ഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ഈ പുതിയ ബില്ലിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ JPCയുടെ ഒരു ഇതും കൂടി വന്നിരിക്കുന്നത്, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ മോദി സർക്കാർ വളരെ ഗൗരവത്തിൽ തന്നെയാണ്, വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്ന ഒരു സൂചനയാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. JPC ചെയർമാൻ്റെ ഈ പറഞ്ഞതുപോലെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പ്രതികരിക്കും. എനിക്ക് തോന്നുന്നു പ്രതിപക്ഷത്തു നിന്ന് ഇപ്പം പ്രതികരിക്കാൻ ആകെ ഉള്ളത് കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയും പിന്നെ നമ്മുടെ
UP-യിലെ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവുമാണ്. വേറെ ആരാ അവിടെ ഉള്ളത്? ഇടതുപക്ഷം അപ്രസക്തമായി പോയി. ഇന്ത്യ മുന്നണിയിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം പോലും ഇല്ലാത്ത അവസ്ഥയില്ല. TMC പോയി, DMK പോയി, പിന്നെ ആരാ അവിടെ ഉള്ള? ശിവസേന നിലംപരിശായി. NCPയും NDA-യിലേക്ക് ചേക്കേറാൻ ഒരുങ്ങി നിൽക്കുന്നു. ഇനി മുഹൂർത്തം നിശ്ചയിച്ചാൽ മതി അങ്ങോട്ടുള്ള പോക്കിന്. എനിക്ക് തോന്നുന്നു അത് ഈ മന്ത്രിസഭയുടെ പുനഃസംഘടനയിൽ തന്നെ അതും ഏതാണ്ട് തീരുമാനമാകും. DMK-യുടെ കാര്യവും അതുപോലെ തന്നെ. പിന്നെ ആരാ ഉള്ള ഇതിന് ഈ പറയുന്നത് പോലെ വലിയ എതിർപ്പ് ഉയർത്താൻ? അതുകൊണ്ട് ഈ എതിർപ്പിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. കാര്യമാത്ര പ്രസക്തമായ ചർച്ചയും തിരുത്തലുകളും BJP അവതരിപ്പിക്കുന്ന ബില്ലിനെ, BJP കൊണ്ടുവരുന്ന ഇതിനെ, ഭരണഘടനാ ഭേദഗതിയെ കണ്ണുമടച്ച് പിന്തുണയ്ക്കുകയല്ല വേണ്ടത്. അതിനെ നല്ലവണ്ണം പരിശോധിച്ച് അതിലെ യുക്തിസഹമായ കാര്യങ്ങൾ സ്വീകരിച്ച് ആവശ്യമായ മാറ്റങ്ങളും തിരുത്തലുകളും വരുത്തി വേണം പ്രതിപക്ഷം അതിനെ പിന്തുണയ്ക്കാൻ. അല്ലാതെ അത് നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടാകണം എന്ന ചിന്തയോടെ വേണം. അല്ലാതെ കണ്ണുമടച്ച് എതിർക്കുകയോ കണ്ണുമടച്ച് പിന്തുണയ്ക്കുകയോ അല്ല ചെയ്യേണ്ടത്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. നന്ദി, നമസ്കാരം.